പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥ. ആംബുലൻസിൽ നിന്ന് ആശുപത്രിക്കുള്ളിലേക്ക് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ടുപോകാൻ ട്രോളിയില്ല. ഏറെ നേരം ആംബുലൻസിന് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നു. മറ്റൊരു രോഗിക്കായി ട്രോളി പോയിരിക്കുകയാണെന്നായിരുന്നു ആശുപത്രിയുടെ മറുപടി. ട്രോളിക്കായി കാത്തിരിപ്പ്. ആരോഗ്യനില മോശമായ യുവതിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ ഒരു വേദനയ്ക്കായിരുന്നു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. കലൈസെൽവം വന്ന ആളാണ് വിളിച്ചത്. ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, ഉടനെ ആംബുലൻസ് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അവിടെ എത്തി. നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, കുട്ടികളുടെയും സ്ത്രീകളുടെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയ ഭയങ്കര എമർജൻസി ആയിരുന്നു. ഇവിടെ പ്രസവിക്കുന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അവിടെ എത്തിയ ട്രോളിയില്ല, വളരെ അന്നാസ്ഥയായിട്ടാണ് പറഞ്ഞത്. ട്രോളിയില്ല, ഒരു ട്രോളിയുള്ളൂ, അത് മുകളിലാണ്, അത് വരട്ടെ എന്ന് പറയുന്നത്. 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജീവനെ പണയം വെച്ച് കൊണ്ടുപോയി ഒരു ജീവൻ നടനോട്ട് പോകാതിരിക്കാനാണ് എല്ലാ ആംബുലൻസ് ക്യാപ്റ്റന്മാരും വിചാരിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ വളരെ അനാസ്ഥ. അത് അവിടെ മാത്രമല്ല, തൊട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ, ട്രോളില്ല, അതാണ് പരാതി. ജീവനക്കാരില്ല. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. 20 മിനിറ്റിനുള്ളിൽ വീണ്ടും എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. എമർജൻസിയാണ്, അത് തൃശ്ശൂർ കൊണ്ടുപോകണം. എമർജൻസി ഐസിയിലായിരുന്നു. ഇന്നലെ രാത്രി മുഴുവനും ഐസിയിലായിരുന്നു. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ട്രോളി ഇല്ലാത്തതോ ആവശ്യത്തിന് ഉദ്യോഗസ്ഥനില്ലാത്തതോ എന്താണ് കുഴപ്പം? അരുൺകുമാർ, ഈ പാലക്കാടുള്ള വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. ഇന്നലെയാണ് പാലക്കാട് മുതലമടയിലെ കാമ്പ്രത്ത് ചള്ളയിൽ നിന്നും ഈ രോഗിയെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 30 കിലോമീറ്ററോളം ദൂരം വലിയ പെട്ടെന്നതിനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ഈ ആംബുലൻസ് ഡ്രൈവർ ഈ രോഗിയെ പാലക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഈ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചെങ്കിലും രോഗി ആശുപത്രിയുടെ അകത്തേക്ക് മാറ്റാൻ 10 മിനിറ്റോളം വൈകി എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി പറയുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഈ ആശുപത്രിയിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങളില്ല, ട്രോളി സംവിധാനം ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഈ പരാതി വാർത്തയാക്കിയതാണ്. അന്ന് ഈ വിഷയത്തിൽ ഇടപെടലുകളും വന്നതാണ്. ഇന്നലെ ഒരു ട്രോളി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മറ്റൊരു രോഗിക്ക് നൽകിയത് കൊണ്ട് തന്നെ ഈ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഈ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ 10 മിനിറ്റോളം വൈകി. ഒരു രോഗിയെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ആ ട്രോളി മടക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ യുവതിയെ ആശുപത്രിയുടെ അകത്തേക്ക് മാറ്റാൻ സാധിച്ചത്. ആ ആംബുലൻസ് ഡ്രൈവറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം 30 കിലോമീറ്ററോളം ദൂരം പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ ഈ രോഗിയെ ഒരു കുഴപ്പമില്ലാതെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ഈ ആശുപത്രിയുടെ അകത്തേക്ക് രോഗിയെ കയറ്റാൻ സംവിധാനം ഇല്ലാതെ പോവുകയായിരുന്നു. 10 മിനിറ്റോളം വൈകിയാണ് പിന്നീട് രോഗിയെ കയറ്റിയത്. ഏതായാലും ഈ ആരോഗ്യാവസ്ഥ കുറച്ച് മോശമായതിനെ തുടർന്ന് ഇപ്പോൾ ഈ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്രയും ഒരു മോശം ആരോഗ്യാവസ്ഥയിൽ നിന്ന് യുവതിക്കാണ് ഈ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തിയിട്ടും ആശുപത്രിയുടെ അകത്തേക്ക് കയറാൻ 10 മിനിറ്റോളം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ വേണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആംബുലൻസ് ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത്. രോഗികളുമായിട്ട് പാഞ്ഞെത്തുന്ന ആംബുലൻസ് ഡ്രൈവർമാർ ആശുപത്രിയുടെ മുമ്പിലെത്തുമ്പോൾ ആംബുലൻസിൽ നിന്ന് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ട്രോളി ഇല്ല എന്ന് പറയുക. ട്രോളി ഇവിടെ, ട്രോളി ഓട്ടം പോയേക്കാണെന്ന്, ട്രോളി ഇല്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആശുപത്രിയിൽ മിനിമം വേണ്ടുന്ന സംവിധാനങ്ങളല്ലേ. ഇത്രയും ദൂരം ആംബുലൻസിന് ഓടിയെത്താം, ട്രോളി കിട്ടാത്തത് കൊണ്ട് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. പാലക്കാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധ പതിയണം, DMOയുടെ ശ്രദ്ധ പതിയണം. അവിടെ ട്രോളി ആവശ്യത്തിനില്ലെങ്കിൽ ആവശ്യത്തിന് വാങ്ങിച്ചു കൊടുക്കാനെങ്കിലുള്ള സംവിധാനം ഉണ്ടാവും.